തുടർഭരണം ഉണ്ടാവാനായിട്ടുള്ള എങ്ങനെയാ അത് നോക്കിക്കാണുന്നത്? സാധ്യതകളുണ്ടോ? എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ ഇത് ഈ പറഞ്ഞതുപോലെ ഇവര് ഈ 2016 ശേഷം പിണറായി വിജയൻ മഴുവെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നരേറ്റീവാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണ മനുഷ്യർ കാണുന്നുണ്ട്. അവര് പറഞ്ഞു വെക്കുന്നത്, ഞാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു, ഈ ശബരിമല വിഷയം പോലും ചർച്ച ചെയ്യപ്പെടുന്ന കഴിഞ്ഞ 10 കൊല്ലത്തിലുണ്ടായ വിലക്കയറ്റം, ഇപ്പോൾ 200 രൂപ പെൻഷൻ കൂട്ടി, ഞാനത് സമ്മതിക്കുന്നു, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ആ 10 കൊല്ലത്തെ വിലക്കയറ്റത്തിൻ്റെ തോതൊന്ന് പഠിക്കണം, അതൊന്ന് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ നികുതിയിലുണ്ടായ വലിയ വർധനവ്, വെള്ളക്കരം, വൈദ്യുതിക്കരം ഉൾപ്പെടെ നമ്മുടെ വീട്ടുനികുതി അടക്കം കൂട്ടിയൊരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 200 രൂപ തരുന്നത്, 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ 200 രൂപ കൂട്ടിക്കൊടുത്ത് ഇത് ഈ ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന ഒരു മോശപ്പെട്ട ജനാധിപത്യത്തിൽ ഒരു മോശപ്പെട്ട പ്രവണതയാണ് ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ കൊടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്ന ജനാധിപത്യ ബോധമില്ലായ്മയിലേക്ക് നാട് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് ഇത് മാറുകയാണ്. അപ്പോൾ ആ ഒരു രീതിയെ പരീക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയനും ആളുകൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തരും, അതങ്ങ് വാങ്ങി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ധാർഷ്ട്യത്തെ അംഗീകരിക്കാൻ ഇവിടുത്തെ ജനാധിപത്യ ബോധം അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായിട്ടും പറയാനുള്ളതും വിശ്വസിക്കുന്നതും. അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്.